മോഹൻലാൽ നായകനായി എത്തിയ തുടരും 18ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 17ാം ദിനത്തെ കളക്ഷനും കാര്യങ്ങളുമായിട്ട് വരാം. അതേപോലെ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. അതിന് മുന്നോടിയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 17ാം തീയതി ആയ ഞായറാഴ്ച റെക്കോർഡായിരുന്നു സിനിമ നേടിയിരുന്നത്. വീണ്ടും ഒരു ഞായറാഴ്ച 5 കോടിക്കടുത്തുള്ള കളക്ഷൻ വരുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഏറെക്കുറെ 4 കോടിക്ക് താഴെ മാത്രം വന്ന സിനിമ, അല്ലെങ്കിൽ അതിന് മുമ്പ് 3 കോടിക്ക് താഴെ വന്ന ആ ഒരു ചിത്രം ഞായറാഴ്ച സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. 1371 ഷോകളിൽ നിന്ന് 2,90,000 മുകളിലുള്ള ജനങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ 4,90,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. 73% ഓക്യുപ്പൻസി. ഇതിനിടയിൽ സിനിമ 90 കോടിയും കടന്ന് ഇൻഡസ്ട്രി ഹിറ്റടിച്ച് 95 കോടിയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളുമൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഇവിടെ സിനിമയുടെ പ്രീ സെയിൽ, അതായത് തിങ്കളാഴ്ച ദിനം, അതായത് ഇന്നത്തെ പ്രീ സെയിൽ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. 3ാമത്തെ തിങ്കളാഴ്ചയിലേക്ക് എത്തുമ്പോൾ അവിടെയും റെക്കോർഡ് ഇടുകയാണ് സിനിമ. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മലയാള സിനിമയ്ക്കും അങ്ങനെ ഒരു കളക്ഷൻ വന്നിട്ടില്ല. 1080ഓളം ഷോകളിൽ നിന്ന് 61,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 95 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് പ്രീ സെയിലിലൂടെ വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 131ഓളം ഷോകളിൽ നിന്ന് 4,884 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 8 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വന്ന 11% ഓക്യുപ്പൻസിയിൽ. കൊല്ലത്ത് 72 ഷോകളിൽ നിന്ന് 5,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 8,23,000 രൂപ വന്നു, 22% ഓക്യുപ്പൻസി. പത്തനംതിട്ട 25ഓളം ഷോകളിൽ നിന്ന് 1,460ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2,40,000 രൂപയോളമാണ് വന്നത്, 21% ഓക്യുപ്പൻസി. ആലപ്പുഴ 57 ഷോകളിൽ നിന്ന് 5,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 7,85,000 രൂപയാണ് കളക്ഷനായി വന്നിരിക്കുന്നത്, 25% ഓക്യുപ്പൻസി. കോട്ടയത്ത് 54 ഷോകളിൽ നിന്ന് 4,878 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 7,46,000 രൂപയോളം വന്നു, 26% ഓക്യുപ്പൻസി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇടുക്കി 27 ഷോകളിൽ നിന്ന് 2,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,45,000 രൂപ വരുന്നു, 27% ഓക്യുപ്പൻസി. എറണാകുളത്ത് 176 ഷോകളിൽ നിന്ന് 8,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 15,50,000 മുകളിലുള്ള എമൗണ്ടാണ് വന്നത്, 17% ഓക്യുപ്പൻസി. തൃശ്ശൂർ 121 ഷോകളിൽ നിന്ന് 5,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 7,50,000 രൂപയോളം വന്നു, 12% ഓക്യുപ്പൻസി. പാലക്കാട് 80 ഷോകളാണ് വന്നിരിക്കുന്നത്. 2,800 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 4,10,000 രൂപയോളമാണ് വന്നത്, 10% ഓക്യുപ്പൻസി. മലപ്പുറത്ത് 81 ഷോകളിൽ നിന്ന് 2,800 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,56,000 വന്നു, 11% ഓക്യുപ്പൻസി വന്നിരുന്നു. കോഴിക്കോട് 121ഓളം ഷോകളിൽ നിന്ന് 8,600 മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 12,90,000 മുകളിലാണ് വന്നത്, 28% ഓക്യുപ്പൻസി. കോഴിക്കോട് കുതിച്ചു പായുന്ന ഒരു കാഴ്ച തന്നെയാണ് മിക്കവാറും നമുക്കിപ്പോൾ വരും ദിവസങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. വയനാട് 24 ഷോകളിൽ നിന്ന് 1,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2 ലക്ഷം രൂപയോളമാണ് വന്നത്, 30% ഓക്യുപ്പൻസി. കണ്ണൂർ 95ഓളം ഷോകളിൽ നിന്ന് 6,900 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 10 ലക്ഷം രൂപയോളം വന്നു, 27% ഓക്യുപ്പൻസി. കാസർഗോഡ് 16 ഷോകളിൽ നിന്ന് 1,000 മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,55,000 രൂപ വന്നു, 25% ഓക്യുപ്പൻസി. മൊത്തം 1,080ഓളം ഷോകളിൽ നിന്ന് 61,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 95 ലക്ഷത്തോളമാണ് സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് 2ാം ദിനം അമ്മാതിരി ഒരു ഗംഭീരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു 3ാം തിങ്കളാഴ്ച അമ്മാതിരി ഒരു കളക്ഷനാണ് വന്നിരിക്കുന്നത്. 37% ഹോൾഡാണ് നമുക്ക് 2ാമത്തെ ഞായറാഴ്ചയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ വേൾഡ് വൈഡായിട്ട് സിനിമ 100 കോടിയിലേക്ക് എത്താൻ പോകുന്നു. കേരളത്തിലും അതേപോലെ തന്നെ സിനിമ 100 കോടിയിലേക്ക് ടച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ്. അതെ, സമീപകാലത്തൊന്നും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമെന്ന് തന്നെ പറയാം. ആ റേഞ്ചിലാണ് സിനിമയുടെ 17 ദിനത്തെ കളക്ഷൻ. 94-95 കോടിക്ക് മുകളിലായിരിക്കും. അതായത് അഡ്വാൻസ് പ്രീ സെയിൽ 1 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുകയും ചെയ്യാണ്. അതായത് ഒരു പക്ഷേ ചൊവ്വാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ബുധനാഴ്ചത്തേക്ക് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 100 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെ. അത് ചൊവ്വാഴ്ച തന്നെ എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിങ്കളാഴ്ച ഒരു പക്ഷേ 98 കോടി അല്ലെങ്കിൽ 97-98 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡായിട്ടും സിനിമ 200 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇതുവരെ ഒരു മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു വിജയമാണ് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തണം. ലാൽസ്.